മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കണ്ടകവ്യാഴനാണെങ്കിലും ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണത്തെ കൊടുക്കും. വീട്ടിൽ ഒരല്പസ്വല്പമൊക്കെ സമാധാനവും സംതൃപ്തിയും കളിയാടും. പുതിയ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റമോ ഒക്കെ വരാനുള്ള സാധ്യത, വീട്ടിൽ തന്നെ അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളോ ഒക്കെ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ തൊട്ട അയൽപക്കക്കാരുമായോ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെറിയൊരു അകൽച്ചയോ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യത്തെ 1-2 ദിവസം മാറി നിൽക്കേണ്ടതായിട്ടും വന്നേക്കാം. കലഹം മൂത്ത് മാറുന്നൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ജോലി സംബന്ധമായോ ചെറിയ ചില പിണക്കത്തിൻ്റെയൊക്കെ അവസ്ഥ കൊണ്ട് മാറി നിൽക്കാം. ഇനി വീട്ടിൽ തന്നെ ആയാൽ തന്നെ ചിലപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന, ജീവിത പങ്കാളിയുമായിട്ടൊക്കെ മിണ്ടാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി തൽക്കാലത്തേക്കെങ്കിലും മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നേക്കാം. എന്നാൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടും കർമ്മോത്സുകതയോടുകൂടിയും തങ്ങളുടെ മേഖലയിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ. കാരണം ചൊവ്വയും ബുധനും വ്യാഴവുമൊക്കെ കിട്ടുന്ന സാമ്പത്തിക നേട്ടം അവർക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം പകുതി വരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമായ തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ലോട്ടറിയിൽ നിന്ന് വരുമാനം വരാം. അടുത്ത ബന്ധുക്കൾ ഇവരെ ഈ ഒരാഴ്ച കടം വാങ്ങിച്ചവർ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അമിതമായി സഹായിക്കാനും സാധ്യതയുണ്ട്. പൊതുവെ ഈ ആഴ്ചയിൽ മകരക്കൂറിനെ സംബന്ധിച്ചുള്ള നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17 ദിവസങ്ങൾ താരതമ്യേന വളരെ ഗുണമുള്ളതായിട്ട് കാണുന്നു.